മെക്സിക്കോയിലെ ടിഹുവാനയും അമേരിക്കയിലെ സാൻ ഡിയാഗോയിലുള്ള ഒട്ടേമേസ വ്യാവസായിക മേഖലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അത്യാധുനിക ഭൂഗർഭ മയക്കുമരുന്ന് കടത്ത് തുരങ്കം ഫെഡറൽ അധികൃതർ കണ്ടെത്തി. മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിക്കടിയിലൂടെ നിർമ്മിച്ച ഏകദേശം 2000 അടി നീളമുള്ള ഈ രഹസ്യ തുരങ്കം വഴി കടത്തുവാൻ ശ്രമിച്ച $45 മില്യൺ വില വരുന്ന കൊക്കൈൻ സുരക്ഷാസേന പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ അതിർത്തി സുരക്ഷാ സംവിധാനങ്ങളെ വെട്ടിച്ച് മയക്കുമരുന്ന് കടത്തുവാൻ എത്രത്തോളം സങ്കീർണമായ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ തുരങ്കം. തുരങ്കത്തിനുള്ളിൽ വൈദ്യുതി, ശക്തമായ വായു സഞ്ചാരത്തിനായുള്ള വെന്റിലേഷൻ സംവിധാനം, മയക്കുമരുന്ന് പെട്ടെന്ന് കടത്താനായി റെയിൽ ട്രാക്കുകൾ എന്നിവ സജ്ജീകരിച്ചിരുന്നു. തകർന്നു വീഴാതിരിക്കുവാൻ തുരങ്കത്തിന്റെ ചുവരുകൾ പ്രത്യേകം ബലപ്പെടുത്തിയിട്ടുമുണ്ട്. അതിർത്തിയിലെ വാണിജ്യ വെയർഹൌസുകളോ വലിയ പാർപ്പിട സമുച്ചയങ്ങളോ കേന്ദ്രീകരിച്ചാണ് ഇത്തരം തുരങ്കങ്ങൾ സാധാരണയായി നിർമ്മിക്കുന്നത്. പുറം ലോകത്തിന് യാതൊരു സംശയവും തോന്നാത്ത രീതിയിലായിരുന്നു ഇതിന്റെയും നിർമ്മാണം. ഇത്രയും വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വേട്ട കാർട്ടലുകളുടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായി വലിയൊരു തിരിച്ചടിയാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എന്നാൽ ഇത്തരം ഭൂഗർഭ പാതകളിലൂടെ വലിയ തോതിൽ മയക്കുമരുന്ന് കടത്തുവാൻ മാഫിയ സംഘങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നും ഇത്തരം ഒറ്റപ്പെട്ട പിടിച്ചെടുക്കലുകൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ആകെ തോതിനെ വലിയ രീതിയിൽ ബാധിക്കാറില്ലെന്നും വാഷിംഗ്ടൺ ഡിസിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോളിസി സ്റ്റഡീസ് ഡ്രഗ് പോളിസി പ്രൊജക്ട് ഡയറക്ടറായ സാൻഹോ ട്രീ അഭിപ്രായപ്പെട്ടു. അതിർത്തി സുരക്ഷ ശക്തമാക്കുമ്പോഴും കാർട്ടലുകൾ തങ്ങളുടെ കടത്തുമാർഗങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നാണ് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത്.